നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോയാലോ? എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? താഴെ നിന്ന് കമന്റ് ചെയ്യാമോ? ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇദ്ദേഹം തന്നെയാണ് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും. ആരാണ് ഇദ്ദേഹം? താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സിന്റെ നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാം ചാനൽ വഴിയാട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള മാധ്യമങ്ങളിൽ പ്രകാശ വേഗത കൂടിയത് ഏത്? ശൂന്യതയിൽ കൂടിയാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ജലത്തിലൂടെയുള്ള പ്രകാശ വേഗം എത്രയാ? 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലിയോൺ ഫുക്കാൾട്ട് ആണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത്. കൂടാതെ വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്? ലിയോൺ ഫുക്കാൾട്ട്. ഇനി പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ വജ്രമാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുള്ള മാധ്യമം ഏതാണ്? അതും ശൂന്യത തന്നെയാണ്. അപ്പൊ പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെ? ശൂന്യതയിലൂടെ. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ വജ്രം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? മിഥ്യയും നിവർന്നതുമാണ്. സമതല ദർപ്പണം എന്നാൽ പ്ലെയിൻ മിറർ. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ അതേ ഇമേജ് തന്നെയല്ലേ കണ്ണാടിയിൽ ഫോം ചെയ്യുന്നത്? മിഥ്യയാണ്, അത് വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ്, നമ്മുടെ തോന്നലാണല്ലേ. മിഥ്യയാണ് നിവർന്ന ഇമേജ് തന്നെ, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ എന്താണ് ദർപ്പണം? പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലത്തെയാണ് ദർപ്പണം എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം എന്നാൽ ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? മുഖം നോക്കുന്ന കണ്ണാടി സമതല ദർപ്പണമാണ്. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ സമതല ദർപ്പണം ഉപയോഗിക്കുന്നു. പെരിസ്കോപ്പ് നിർമ്മിക്കാനും സമതല ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. ആറന്മുള കണ്ണാടി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണിത് ആറന്മുള കണ്ണാടി? പ്രത്യേകതരം ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു കണ്ണാടി തന്നെയാണ് ആറന്മുള കണ്ണാടി. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബമാണ് ആറന്മുള കണ്ണാടിയിലൂടെ ലഭിക്കുന്നത്. നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇടതുവശം വലതും വലതുവശം ഇടതുമായിട്ടല്ലേ കാണുന്നത്? ഇതിന് കാരണമായ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ. മലയാളം എന്ത് പറയും? പാർഷിക വിപര്യം എന്ന് പറയും. പാർഷിക വിപര്യം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ആംബുലൻസിലൊക്കെ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് തിരിച്ചല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാ? ആംബുലൻസിന്റെ മുന്നിൽ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ പാർഷിക വിപര്യം ഉള്ളതിനാൽ അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസ് എന്ന മുൻഭാഗത്ത് തിരിച്ച് എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ പുസ്തകം കണ്ണാടിയുടെ മുന്നിൽ പിടിക്കുമ്പോൾ വായിക്കാൻ പറ്റാത്തതിന് കാരണം ഏത് തന്നെയാണ്? വലത് വലതാവുന്നത് കൊണ്ട്, അതായത് പാർഷിക വിപര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോ 2 ചോദ്യത്തിൽ നിന്ന് ഏകദേശം 20ഓളം ഫാക്ട്സ് കിട്ടിയല്ലോ. അടുത്തതിലേക്ക് പോകാം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ LDC ബാച്ച് കോഴ്സിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ LDC ബാച്ച് കോഴ്സിൽ ഞാനൊരു 50 സീറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളാം.
ഫുൾ സിലബസ് കവറേജ് ആണ്, ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്. എല്ലാ കാര്യങ്ങളും GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി, സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, IT എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ഫുൾ സിലബസ് കവറേജ് ആണ്. ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ് പോകുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത്. ശനിയും ഞായറും റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷയുമായിരിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ബാച്ച് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഏകദേശം ഒരു 1.25 വർഷത്തോളം നിങ്ങൾക്ക് വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആപ്പിൽ ഡയറക്ട്ലി എന്നോട് ചോദിക്കാൻ പറ്റും കേട്ടോ. എന്റെ ഗൈഡൻസോട് കൂടി പോകുന്ന ബാച്ചാണ്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ആകെ 50 സീറ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എത്രയും വേഗം തന്നെ നിങ്ങൾ കയറി നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ആൻഡ്രോയിഡിലും അതുപോലെ ഐഫോണിലും പിന്നെ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സാപ്പ് നമ്പർ കൂടെ കൊടുത്തേക്കാം. വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് അവരുമായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ LGS ബാച്ച് 2 ദിവസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പൊ LGSന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോണേ. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ LGS ലെവൽ മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള ബാച്ചസ് എല്ലാം അവൈലബിൾ ആണ്. യൂണിഫോം ബാച്ചസ് എല്ലാ യൂണിഫോം ബാച്ചസ് അവൈലബിൾ ആണ്. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് ആ കോഴ്സുകളൊക്കെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസേ ഉള്ളൂ. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനും പറ്റും കേട്ടോ. LDC LGS ഒക്കെ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. അപ്പൊ കയറി ചെക്ക് ചെയ്തോളാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു വസ്തു സമവർത്തുള്ള ചലനത്തിനായിരിക്കുമ്പോൾ സ്ഥിരമായി നിലകൊള്ളുന്നത് എന്താണ്? വേഗതയാണ്. വേഗത. അപ്പൊ ചലനം എന്നാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ സമയത്തിനനുസൃതമായോ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. എന്താണ് സമചലനം അല്ലെങ്കിൽ യൂണിഫോം മോഷൻ? തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെയാണ് സമചലനം എന്ന് പറയുന്നത്. അപ്പൊ അതല്ലെങ്കിലോ, തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ എന്താ പറയുന്നത്? അസമചലനം എന്നാണ് പറയുന്നത്. നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനം, ഫോർ എക്സാമ്പിൾ ലിഫ്റ്റിന്റെ ചലനം അല്ലെങ്കിൽ ഞെട്ടറ്റു വീഴുന്ന മാങ്ങയുടെ ചലനം, ഇവയൊക്കെ നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ ആണ്. ലീനിയർ മോഷൻ. അപ്പൊ ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ അല്ലെങ്കിൽ സ്ഥിരാവസ്ഥയിലായിരിക്കുന്നത് എപ്പോഴാണ്? ചുറ്റുപാടുകളെ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനത്തിന് മാറ്റം, ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന വർത്തുള്ള ചലനമല്ലേ യൂണിഫോം മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ, വർത്തുള്ള ചലനം, യൂണിഫോം സർക്കുലർ മോഷൻ. വർത്തുള്ള ചലനം എന്നാൽ വൃത്താകൃതി അല്ലെങ്കിൽ വൃത്തപാതയിലൂടെയുള്ള ചലനത്തെയാണ് വർത്തുള്ള ചലനം എന്ന് പറയുന്നത്. സമവർത്തുള്ള ചലനം എന്നാൽ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെയാണ് സമവർത്തുള്ള ചലനം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം, പെൻഡുലം ക്ലോക്കിന്റെ ആ ഒരു ബോബിന്റെ ചലനമല്ല ഉദ്ദേശിച്ചത്. പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം, ജൈന്റ് വീലിന്റെ ചലനം, ഇവയൊക്കെ എന്താണ്? വർത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ്. ദോലനം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം അല്ലെങ്കിൽ ആ ബോബിന്റെ ചലനം ഉണ്ടല്ലോ, അത് ദോലനമാണ് അഥവാ ഓസിലേഷൻ ആണ്. അതിന്റെ ചോദ്യം വരുന്നുണ്ട് കേട്ടോ. അടുത്തയിലേക്ക് പോകാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? വാട്ട് ഏതിന്റെ യൂണിറ്റാ? പവറിന്റെ യൂണിറ്റ് ആണ്. ജൂൾ, കലോറി, കിലോ വാട്ട് അവർ ഇവയൊക്കെ ഊർജത്തിന്റെ യൂണിറ്റ് ആണെന്ന് ഓർക്കുക. ഇപ്പൊ കുറച്ച് യൂണിറ്റുകൾ നോക്കാം. ഭാരം അഥവാ വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് വെയിറ്റിന്റെ യൂണിറ്റ്. പിണ്ഡം അഥവാ മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ആക്കം അഥവാ മൊമെന്റം യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്കം അഥവാ മൊമെന്റത്തിന്റെ യൂണിറ്റ്. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണെന്ന് ഓർക്കുക. പ്രവൃത്തി, ഊർജം, താപോർജം എന്നിവയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. വാട്ട് എന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. വാട്ട് എന്നത് ഏതിന്റെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ് ആണ്. ഇനി വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണെന്ന് പറഞ്ഞു. വ്യാപക മർദ്ദത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ത്രസ്റ്റ്. അപ്പൊ വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ അത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. ഇനി അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാ? മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ എന്നിവയിലാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ യൂണിറ്റും ന്യൂട്ടൺ ആണ്. ഭാരം എന്നത് ഒരു ബലമാണ്. W=mg കേട്ടോ. അപ്പം ഭാരത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ന്യൂട്ടനും, പിണ്ഡത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ കിലോഗ്രാമും ആണ്. അത് മാറിപ്പോരുത്. ഇനി ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ്. ഹെർട്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ഫാരഡ് ആണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്.
ഇനി നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്രകാശവർഷമാണ്, പ്രകാശവർഷം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്നത് നീളം സ്വാധീനിക്കുന്നുണ്ട്, ചാലക സ്വഭാവം സ്വാധീനിക്കുന്നുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സ്വാധീനിക്കുന്നുണ്ട്. ഉത്തരം ഇവയെല്ലാമാണ്. അപ്പോൾ ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്നത് ഇവയെല്ലാം. അടുത്ത ചോദ്യം, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാൽ സമീപ സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള ഫ്ലക്സിന് മാറ്റമുണ്ടാകുകയും ഇതിന്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിൽ ഒരു EMF അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രേരിതമാവുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോ സമീപ സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുള്ള ഫ്ലക്സിന് മാറ്റമുണ്ടാകുകയും ഇതിന്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിൽ ഒരു EMF പ്രേരിതമാകുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് എന്ത് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോം. കൂളോം ആണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്താ? ആംബിയർ. ആംബിയർ ആണ് വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ്. ഇനി വൈദ്യുത പവർ, ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. വാട്ട്. ഇനി കിലോ വാട്ട് അവർ ഉണ്ടല്ലോ, KWH, ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ്. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. ഓക്കെ, അടുത്ത ചോദ്യം, ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം ഏത്? ശൂന്യതയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ആകുന്നില്ല. ശബ്ദം എങ്ങനെയാ ഉണ്ടാവുന്നത്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം അനുപ്രസ്ഥ തരംഗമാണോ അനുദൈർഘ്യ തരംഗമാണോ? അനുദൈർഘ്യം എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അനുപ്രസ്ഥം എന്നാൽ ട്രാൻസ്വേഴ്സ് വേവ്. ആ ശബ്ദ തരംഗം അനുദൈർഘ്യ തരംഗമാണെന്ന് ഓർക്കുക. അനുദൈർഘ്യ തരംഗം. വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം എത്രയാണ്? വെലോസിറ്റി 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ? മാധ്യമം ആവശ്യമുണ്ട്. ശൂന്യതയിലൂടെ ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ? സഞ്ചരിക്കുന്നില്ല. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത്. ഇനി അൾട്രാസോണിക് സൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് അൾട്രാസോണിക് സൗണ്ട്? മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന സൗണ്ട്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് വരെയല്ലേ. അപ്പൊ ഈ 20 കിലോ ഹെർട്സിനും മുകളിലുള്ള സൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. ഈ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവിയാണ് വവ്വാൽ. വവ്വാൽ. ഇനി മനുഷ്യന്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദത്തെ എന്താ പറയുന്നത്? അതായത് 20 ഹെർട്സിലും താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. തിമിംഗലം, ആന, ജിറാഫ് തുടങ്ങിയ മൃഗങ്ങൾക്ക് ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. പാസ്കൽ. നേരത്തെ യൂണിറ്റ്സ് എല്ലാം പറഞ്ഞതാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവവുമായി ചേർത്ത് വെക്കാവുന്ന പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രകാശം ഫോട്ടോണുകൾ എന്ന കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോ പ്രകാശം ഫോട്ടോണുകൾ എന്ന കണങ്ങളാൽ നിർമ്മിതമാണെന്ന് ഓർക്കുക. എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. അപ്പോ പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണെന്ന് ഓർക്കുക. പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വിശദീകരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഹെൻറിച്ച് ഹെർട്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയ വർഷം 1887 ആണ്. 1887. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഏത് തന്നെയാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. റേഡിയോ സംരക്ഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാ?
JC ബോസ് ആണ്, ജഗദീഷ് ചന്ദ്ര ബോസ് ആണ് റേഡിയോ സംരക്ഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെ എന്താ വിളിക്കുന്നത്? ക്യാപിറ്റൽ T. SCRT-യിലുള്ള ഫാക്ട് ആണ് ടൈം പീരീഡ്. ടൈം പീരീഡ് ആണ് ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. നിയമങ്ങൾ ാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓം നിയമം, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, ജഡത്വ നിയമം എന്നിവയാണ്. ഇതെങ്ങനെ ചേരുംപടി ചേർക്കാം എന്ന് നോക്കാം. ഓം നിയമം അനുസരിച്ച് V = IR ആണ്. V എന്നാൽ വോൾട്ടേജ് ആണ്, I എന്ന് പറഞ്ഞ കറണ്ട്, R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ആക്ക സംരക്ഷണത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, കൺസർവേഷൻ ഓഫ് മൊമെന്റം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്ലവക്ഷമ ബലം, ബോയിൻ ഫോഴ്സ്. പാസ്കൽ നിയമം ദ്രവങ്ങളിലെ മർദ്ദം. ജഡത്വ നിയമം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെയാണ് എന്ത് വിളിക്കുന്നത്? പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ? സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം. സമന്വിത പ്രകാശം എന്നാൽ കോമ്പോസിറ്റ് ലൈറ്റ് ആണ്. കോമ്പോസിറ്റ് ലൈറ്റ് അതായത് ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശം. വിബ്ജിയോർ ഒക്കെ സമന്വിത പ്രകാശമാണ്. ഈ സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെയാണ് പ്രകീർണനം എന്ന് വിളിക്കുന്നത്. പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ പ്രകീർണനത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യത്തിലുള്ള വ്യത്യാസമാണ്. ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്തിലുള്ള വ്യത്യാസമാണ് പ്രകീർണനത്തിന് കാരണം. ഈ സമന്വിത പ്രകാശത്തെ അതിന്റെ ഘടകവർണ്ണങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാ? പ്രിസമാണ്. പ്രിസം. ഓക്കെ, അപ്പൊ പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. എന്തിനനുസരിച്ച്? തരംഗദൈർഘ്യം കൂടി വരുന്നതിനനുസരിച്ചാണ് വർണ്ണങ്ങൾക്കുള്ള വ്യതിയാനം സംഭവിക്കുന്നത്. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടി വരുന്നതിനനുസരിച്ച് വർണ്ണങ്ങൾക്കുള്ള വ്യതിയാനം കുറയുകയും ചെയ്യുന്നു. അപ്പൊ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? ചുവപ്പ്. ഏറ്റവും കുറഞ്ഞ നിറം ഏതാണ്? വയലറ്റ് ആണ്. ഇനി സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ പ്രകീർണനം. പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് റിഫ്രാക്ഷൻ ആണ്, ബെൻഡിങ് ഓഫ് ലൈറ്റ്, അപവർത്തനം. അടുത്ത ചോദ്യം, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ് ഏതാണ്? പ്രകൃതിവാതകം. പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, ഉപയോഗിക്കുന്നവരും തീർന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യപ്രകാശം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, അത് ഉപയോഗിക്കുന്നവരും തീരുന്നില്ല, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. ഒരു വസ്തുവിന്റെ ഗതികോർജ്ജം കൂടുന്നത് പ്രവേഗം കൂടുമ്പോൾ. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? Ke = ½ mv². ദാറ്റ് ഈസ് മാസിനെയും വെലോസിറ്റിനെയും ആശ്രയിച്ചിരിക്കുന്നു. മാസ് കൂടുമ്പോഴും കൈനറ്റിക് എനർജി കൂടുന്നു, വെലോസിറ്റി കൂടുമ്പോഴും കൈനറ്റിക് എനർജി കൂടുന്നു. അപ്പൊ പ്രവേഗം കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു. മാസ് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടുവോ? ഇല്ല, കുറയുകയല്ലേ ചെയ്യുന്നത്. ഡയറക്ട്ലി പ്രപ്പോർഷനല്ല. മാസ് കൂടുമ്പോൾ കൂടും, മാസ് കുറയുമ്പോൾ കുറയും. പ്രവേഗം കുറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടുവോ? ഇല്ല, അതും ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ്. പ്രവേഗം കൂടുമ്പോഴാണ് കൈനറ്റിക് എനർജി കൂടുന്നത്. ദിശ മാറുമ്പോൾ ഇല്ല, വ്യത്യാസമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, 100-ലധികം ഫാക്ട്സ് ഒറ്റ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കോളാം. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഇനി ഏത് സബ്ജക്റ്റിന്റെ ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഇരുന്ന എല്ലാ പരീക്ഷകൾക്കും, കമ്പനി എൽജിഎസ് ആയാലും EF ആയാലും ബെക്കോ ആയാലും ഡിഗ്രി ലെവൽ ആയാലും എല്ലാത്തിനും ഇത് പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ്. ഞാൻ അത്രത്തോളം ഡീപ്പായിട്ട് ഫാക്ട്സും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പിന്നെ നമ്മുടെ LDC കോഴ്സിന്റെ കാര്യം മറക്കരുത്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തോളാം. LGSന്റെ ബാച്ചും സ്റ്റാർട്ട് ആയിട്ടുണ്ട്, 2 ദിവസമേ ആയുള്ളൂ. അതിലും അഡ്മിഷൻ ഓപ്പൺ ആണേ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.